ബിഗ് ബോസ് സീസൺ 6-ന്റെ ആദ്യ ആഴ്ചകളിൽ തന്നെ ശ്രദ്ധ നേടിയ മത്സരാർത്ഥികളിൽ ഒരാളാണ് ജാസ്മിൻ ജാഫർ. സോഷ്യൽ മീഡിയയിലൂടെ ആളുകൾക്ക് വളരെയധികം പരിചിതമായ മുഖമായിരുന്നു ജാസ്മിൻ്റേത്. അതുകൊണ്ട് തന്നെ കുറേയേറെ ജാസ്മിൻ്റെ സ്വകാര്യ വിഷയങ്ങളെക്കുറിച്ച് ആളുകൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് താരം ബിഗ് ബോസിൽ പോയ ശേഷം വലിയ രീതിയിൽ പേഴ്സണൽ ലൈഫിൻ്റെ പേരിൽ വിമർശിക്കപ്പെട്ടതും. സീസൺ 6-ൽ 3-ാം സ്ഥാനമാണ് ജാസ്മിന് ലഭിച്ചത്. എന്നാൽ ഷോയുടെ ഭാഗമായപ്പോൾ മുതൽ പെരുമാറ്റം, സഹമത്സരാർത്ഥി ഗബ്രിയുമായുള്ള അടുപ്പം, ഉപയോഗിക്കുന്ന വാക്കുകൾ, വൃത്തിയില്ലായ്മ എന്നിവയെല്ലാം കൊണ്ട് ജാസ്മിന് ഏറെയും ലഭിച്ചത് നെഗറ്റീവ് പബ്ലിസിറ്റിയായിരുന്നു. ഇപ്പോഴും ഹൗസിലെ വൃത്തിയുടെ പേരിൽ ജാസ്മിന് വിമർശനവും പരിഹാസവും ലഭിക്കുന്നുണ്ട്. എന്നാൽ നെഗറ്റിവിറ്റിയെ പൂർണ്ണമായും അവഗണിച്ച് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിലാണ് ജാസ്മിൻ. ഹൗസിൽ നിന്ന് ഇറങ്ങിയ ശേഷം കുറച്ച് ദിവസം മുമ്പാണ് ജാസ്മിൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി തുടങ്ങിയത്. അത്തരത്തിൽ താരം പങ്കുവച്ചൊരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലാകുന്നത്. സ്വന്തം നാടായ വെഞ്ചേബിൽ തനിക്ക് കിട്ടിയ ഒരു അനുമോദനത്തിൻ്റെ വീഡിയോയാണ് ജാസ്മിൻ പങ്കുവച്ചത്. DYFI കരവാളൂർ വെസ്റ്റ് മേഖലാ കമ്മിറ്റി മികവ് 2024 എന്ന പേരിൽ പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു. അതിൽ ക്ഷണിക്കപ്പെട്ട അതിഥിയായിരുന്നു ജാസ്മിൻ. ചടങ്ങിൽ വെച്ച് ജാസ്മിനെയും DYFI കരവാളൂർ വെസ്റ്റ് മേഖലാ കമ്മിറ്റി മൊമൻറ്റോ നൽകി ആദരിച്ചു. ശേഷം ജാസ്മിൻ പ്രസംഗിക്കുന്നതും വീഡിയോയിൽ കാണാം. ഒരേ കാറ്റ് നമ്മുടെയെല്ലാം മേൽ വീശുന്നു. ദുരന്തത്തിൻ്റെയും അവസരത്തിൻ്റെയും മാറ്റത്തിൻ്റെയും കാറ്റ്. അതിനാൽ കാറ്റിൻ്റെ വീശലല്ല, കപ്പലുകളുടെ സജ്ജീകരണമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്നത് എന്ന് തലക്കെട്ട് നൽകിയാണ് വീഡിയോ ജാസ്മിൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കിട്ടത്. വീഡിയോ വൈറലായതോടെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമെല്ലാം കമൻറ്റുകളെത്തി. പലരും വിമർശിച്ചത് വേദിയിൽ മുതിർന്നവർക്ക് മുമ്പിൽ കാലിന്മേൽ കാൽ കയറ്റിവെച്ച് ജാസ്മിൻ ഇരുന്നതിൻ്റെ പേരിലാണ്. എല്ലാം നല്ലതാണ്, പക്ഷേ കാലിൻ്റെ മുകളിൽ കാൽ വെച്ച് ഇരുന്നത് മോശമായി. ഇത്തിരി പോലും ബഹുമാനം കാണിക്കാതെ അമ്മയുടെ പ്രായമായ സ്ത്രീ തൊട്ടടുത്തിരുന്നിട്ടും കാലിന്മേൽ കാലും വെച്ച് ഭയങ്കര ഷോ കാണിക്കലായിപ്പോയി എന്നിങ്ങനെ എല്ലാമാണ് കമൻറ്റുകൾ. ബിഗ് ബോസിലായിരുന്നപ്പോഴും ഇതേ വിഷയത്തിന് ജാസ്മിനെ പ്രേക്ഷകർ വിമർശിച്ചിട്ടുണ്ട്. എന്നാൽ ചിലർ താരത്തെ അനുകൂലിച്ചുമെത്തി. ചേർത്ത് നിർത്താൻ തന്നെയാണ് തീരുമാനം. ജാസ്മിൻ രാജ്ഞിയായി കാണാൻ ആഗ്രഹം. സ്ത്രീ കാലിന്മേൽ കാൽ കയറ്റി വെക്കുന്നത് ബഹുമാനക്കുറവാണോ? ഭർത്താവിൻ്റെ കാലിൽ വീണ് വണങ്ങണമെന്ന് വിചാരിക്കുന്ന നാട്ടിൽ ഇതൊക്കെ എന്ത്? കാലിന്മേൽ കാൽ കയറ്റി വെക്കുന്നത് തൻ്റെടത്തിൻ്റെ ലക്ഷണമാണ്. ഒരു പെൺകുട്ടിക്ക് വേണ്ടതും തൻ്റെടം തന്നെയാണ്. തൻ്റേതായ ഇടം കണ്ടെത്തുന്നയാളാണ് ജാസ്മിൻ. നീയായി ജീവിക്കുക, ആർക്കും വേണ്ടി മാറേണ്ട ആവശ്യമില്ല എന്നിങ്ങനെയാണ് അനുകൂലിച്ചു വന്ന കമൻറ്റുകൾ.